ഹലോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ, അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഇതും അതിൽ കൂടെ ഈ ചാറ്റിങ് നടത്തുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ചാറ്റിങ് നടത്തുന്നുണ്ട്. പക്ഷേ അത് ചാറ്റിങ് നടത്തുമ്പോൾ അത് എവിടെ ഉള്ളതാണ്, എന്താണ്, ഏതാണ് ഒന്നും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടി അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അങ്ങനെ ചാറ്റ് ചെയ്ത് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അവർ ചാറ്റ് ചെയ്യുമ്പോൾ അവരെ അച്ഛനും അമ്മയൊന്നും അറിയാത്ത, സഹോദരങ്ങളൊന്നും അറിയാത്ത രീതിയിലുള്ള സ്വകാര്യതകളാണത്. സ്വകാര്യത സൂക്ഷിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പെൺകുട്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു ചെക്കനിപ്പോൾ അങ്ങനെ ചാറ്റ് ചെയ്ത് എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടി ബുദ്ധി വിവരമുള്ള പെൺകുട്ടിയാണ്. സ്കൂൾ പഠിപ്പുമൊക്കെ ഉള്ള ആൾക്കാരാണ് ഇന്ന്, കോളേജ് പഠിപ്പൊക്കെ. അപ്പോൾ എന്ത് വേണം? ആ പെൺകുട്ടി അതിൻ്റെ വീട്ടുകാരോട് ജസ്റ്റ് ഒന്ന് അന്വേഷിപ്പിക്കണം. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമാണ്, ഓനും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പെൺകുട്ടി ജസ്റ്റ് അയാളെ നമ്പറും ലൊക്കേഷനും ഒക്കെ ചോദിച്ചറിയുക, ഫോട്ടോ ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട് സ്വകാര്യതയിൽ, ഇയാളറിയാതെ സ്വകാര്യതയിൽ ഇയാളെ നാട്ടിൽ വന്ന് ഈ അങ്ങാടിയിൽ അന്വേഷിക്കണം. ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അന്വേഷിപ്പിക്കുക, ഇയാൾ ആരാണ്, എന്താണ്. അപ്പോൾ ആ നാട്ടുകാർ സത്യം പറയും, ഇതിങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്, ഇന്ന ആളാണ്, ഇതൊക്കെ പറയും. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ അതറിഞ്ഞു വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾ ഒരു സ്ഥലത്തും നമ്മൾ കുടുങ്ങൂല. അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയെന്നു. പെൺകുട്ടികൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയെന്ന്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വന്ന ഈ പ്രേമങ്ങളൊന്നും യഥാർത്ഥമല്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അന്വേഷിപ്പിച്ചിട്ട് കല്യാണം കഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ജീവിതമാണ് പോണത്. യാതിരനൊക്കെ കുത്തി ഇറക്കിയ മാതിരിക്ക് ഇങ്ങനെ